ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. പവർ വിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പവർ വിഷനിലേക്ക് എഴുതി അറിയിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 119 സങ്കീർത്തനത്തിന്റെ 144 വാക്യം: ദൈവമേ, നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവയാകുന്നു. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഈ വചനം മനസ്സിലാക്കാൻ എനിക്ക് അല്പം താമസം വേണ്ടി വന്നു. ജീവിച്ചിരിക്കാനായിട്ട് ബുദ്ധി വേണോ? ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ആരോഗ്യം തരണമേ, ശ്വാസം തരണമേ, ഭക്ഷണം തരണമേ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. മൃഗങ്ങൾ ജീവിക്കുന്നു ബുദ്ധി ഉണ്ടായിട്ടാണോ? ബുദ്ധിയും ജീവനുമായിട്ട് തന്നെ ബന്ധം? നമുക്കൊന്ന് നോക്കാം ഇംഗ്ലീഷിൽ. യുവർ covenant laws are always right. Help me to understand them, then I will live. ദൈവമേ, നിന്റെ പ്രമാണം എപ്പോഴും സത്യമുള്ളതാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നീതിയില്ലാത്തതൊന്നും നിന്റെ കയ്യിലില്ല, സത്യമില്ലാത്തതൊന്നും നിന്റെ കയ്യിലില്ല. ഓൾവേസ് റൈറ്റ്, എപ്പോഴും അത് കറക്റ്റ് ആയിരിക്കും. ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് ദം. ആ പ്രമാണം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണേ. അങ്ങനെ ആ കൃപ കിട്ടിയാൽ ഞാൻ ജീവിക്കും. അപ്പൊ ജീവിക്കാനുള്ള ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്: ദൈവവചനം ഗ്രഹിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ, ബുദ്ധി കിട്ടിയാൽ ജീവിച്ചിരിക്കാം. ദൈവവചനം ഗ്രഹിക്കാനുള്ള വിവേകം, സഹിഷ്ണുത, പരിജ്ഞാനം, ബുദ്ധി ഇതൊരു മനുഷ്യന് ലഭിച്ചാൽ അവൻ ജീവിച്ചിരിക്കും. ദൈവം കൽപ്പിച്ചിട്ടുള്ള സമയം മുഴുവൻ അവൻ ജീവിച്ചിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പറഞ്ഞാൽ, നീതിയുള്ള വചനങ്ങൾ, സത്യമുള്ള വചനങ്ങൾ, മാറ്റമില്ലാത്ത വചനങ്ങൾ, തെറ്റിക്കൂടാത്ത വചനങ്ങൾ, അതിനെ ഉള്ള ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ലഭിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ വലിച്ചു നീട്ടി പറയുന്നത് നമ്മളിങ്ങനെ ആളുകളോട് ഇടപെടുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും കൗൺസിലിങ്ങിന് വേണ്ടിയും നമ്മുടെ അടുക്കൽ വരുന്ന ആളുകൾ, കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രൊഫഷണൽ കൗൺസിലർ അല്ല ഞാൻ, എന്നാൽ ദൈവവചനം പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപദേശം തേടാം എന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവരോട് പറഞ്ഞു വരുമ്പോൾ അവർക്ക് ദൈവവചനത്തിന്റെ ആ ശരിയായ റൂട്ട് അറിയില്ല. അവർ താൽക്കാലിക സുഖത്തിനും ലാഭത്തിനും നേട്ടത്തിനും സൗഖ്യത്തിനും വേണ്ടി ദൈവമേ എന്ന് വിളിച്ചു വന്നവരാണ്. അവരെ യഥാർത്ഥ സത്യത്തിലേക്ക് നടത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഒരു സഹോദരിയുടെ കസിൻ അവൾക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടാണ് അവൾക്ക് പ്രയാസങ്ങൾ വരുന്നതെന്ന് കൂടെ പറയുന്ന ഒരു വിശ്വാസിനിയായ സഹോദരി എനിക്കറിയാം. അവൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴെല്ലാം ഇടയ്ക്ക് ഇത് പറയും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദൈവവചനത്തിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല.
കൂടോത്രം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആഭിചാര ക്രിയകൾക്ക് ശക്തി ഇല്ലെന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ദൈവവചന പ്രകാരം അത് എന്നെ ബാധിക്കയില്ലെന്ന് വചനത്തിലുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മറ്റേത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ആശയം പിടികിട്ടിയോ? യഥാർത്ഥ ദൈവവചനം ഗ്രഹിക്കാൻ ബുദ്ധി ലഭിച്ചാൽ, വിവേകം ലഭിച്ചാൽ ജീവിക്കാൻ അത് മതിയെന്നാ പറഞ്ഞത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.